2024 ലാലേട്ടനെ പറ്റി ഒരു നിരാശ നൽകുന്ന ഒരു വർഷമായിരുന്നു. പക്ഷെ 2025 ലാലേട്ടൻ്റെ തുടക്കം എമ്പുരാനിൽ തുടങ്ങും. തുടരും എന്ന് പറയുന്ന പടത്തിൻ്റെ റിലീഫ് മാറ്റിവെച്ചതിൻ്റെ ഫലമായിട്ട് മാർച്ച് 27 ലോകമെമ്പാടും എമ്പുരാൻ റിലീഫാവുകയാണ്. ലാലേട്ടൻ്റെ ഒരു മടങ്ങി വരുമോ എന്നൊക്കെ പലരും അവകാശപ്പെടുന്നത് പോലെ എമ്പുരാൻ ഒരു തരംഗമായി മാറുകയാണ്. അതിനിടയിലാണ് ലാലേട്ടൻ്റെ എക്കാലത്തെയും എന്താ പറയുന്നത് സൂപ്പർ ഹിറ്റ് മെഗാ ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തും എപ്പം കൊണ്ടുവന്നാലും മലയാള സിനിമയ്ക്ക് ഇന്ത്യൻ സിനിമയിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ലോക സിനിമയുടെ മുമ്പിൽ കാണിക്കാൻ പറ്റിയ ഒരു ത്രില്ലർ ചിത്രം. ത്രില്ലർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ദൃശ്യം എന്ന് പറയുന്ന ചിത്രമാണ്. കുടുംബ പശ്ചാത്തലത്തിൽ ദൃശ്യം മോഡൽ കഥ, ദൃശ്യം മോഡൽ സംഭവങ്ങൾ പലതും പല കേസായിട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണ്ടു. പോലീസുകാർക്ക് എനിക്ക് തോന്നുന്നു പലപ്പോഴും പോലീസുകാർക്ക് ദൃശ്യം പടം ഇത്രമേൽ ഹിറ്റായി കഴിഞ്ഞപ്പം പല കേസുകളും തെളിയിക്കാൻ ദൃശ്യം ഒരു വഴിത്തിരിവാകുകയും ചെയ്തു. അതുപോലെ പല കൊലപാതകങ്ങൾക്കും ദൃശ്യം അവർക്കും ഒരു പ്രചോദനമായി മാറിയ ദൃശ്യം. രണ്ട് രീതിയിലും ദൃശ്യം മനുഷ്യൻ്റെ മനസാക്ഷിയെ അല്ലെങ്കിൽ സമൂഹത്തിലാകപ്പാടെ ഒരു കോളിലൊക്കെ സൃഷ്ടിച്ച ചിത്രമായി. അപ്പം ദൃശ്യം എന്ന് പറയുന്ന ചിത്രം മലയാളത്തിലാണ് ആദ്യത്തെ ദൃശ്യം ഉണ്ടായത് എന്ന് നോർത്ത് ഇന്ത്യക്കാർക്ക് പലർക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വേറെ ഒരു സത്യം. അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം അത് 300 കോടിയോളം കളക്ട് ചെയ്തു. രണ്ടാം ദൃശ്യം രണ്ടാം ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിക്കഴിഞ്ഞപ്പം അത് OTT റിലീഫ് ആയതുകൊണ്ട് ലോകമെമ്പാടും ഒരേ സമയത്ത് പ്രദർശിപ്പിക്കാൻ പറ്റി. അതുകൊണ്ടുള്ളൊരു നേട്ടം എന്ന് പറയുന്നത് ദൃശ്യത്തിൻ്റെ രണ്ടാം ഭാഗം, ദൃശ്യം എന്ന് പറയുന്ന ചിത്രം മലയാളികളുടെ സ്വത്താണെന്ന് ചിലർക്കെങ്കിലും മനസ്സിലായി. എപ്പോഴും നോർത്ത് ഇന്ത്യക്ക് പലർക്കും ദൃശ്യം അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യമാണ്, അതിൽ നിന്നുണ്ടായതാണ് മലയാളത്തിനും മറ്റു ഭാഷകളിലും ഒക്കെ എന്ന് വിശ്വസിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം ദൃശ്യം 3 പ്രദർശിപ്പിക്കുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തെ ഉണ്ടാകുന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പം കന്നഡയിലുണ്ട്, തെലുങ്കിലുണ്ട്, പല പ്രദേശങ്ങളിലും അവിടുത്തെ നായകന്മാരെ ഇട്ടുകൊണ്ട് ഈ ദൃശ്യം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ അജയ് ദേവ്ഗണിൻ്റെയൊക്കെ സ്റ്റാർ വാല്യൂ ഇടിഞ്ഞ സമയത്താണ് ദൃശ്യം 3 വരുന്നു എന്ന് അറിയുന്നത്. അപ്പോഴത്തേന് അജയ് ദേവ്ഗണിൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ദൃശ്യം 3 വരുന്നു. അതുപോലെ ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദൃശ്യം 3 ആദ്യമായിട്ട് ഹിന്ദിയിലാണ് ദൃശ്യം ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പം മലയാളത്തിന് മുമ്പ് തന്നെ ഹിന്ദിയിൽ വരുന്നു. ചിലവരതിൻ്റെ ഭാഷ്യമായിട്ട് പറയുന്നത് അത് വേറെ ഒരു വെർഷനാണ്, മലയാളത്തിലെ ദൃശ്യമല്ല, വേറെ രീതിയിൽ അവരായിട്ട് സ്വന്തം ആയിട്ടുണ്ടാക്കുന്ന ദൃശ്യം 3 ആണെന്ന് പറയുന്നു. ഏതായാലും സംഭവം എന്താണെന്ന് ആർക്കും ഇത്രയും നല്ലതായിട്ടും പിടികിട്ടില്ല. കാരണം മലയാളത്തിൽ ദൃശ്യം എന്ന് പറയുന്ന 3 ഉണ്ടാകുന്നു എന്ന് ലാലേട്ടൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വിട്ടത്. ഇത് പുറത്തു വിട്ടപ്പോൾ മുതൽ അന്യഭാഷയിലെല്ലാം ഒരു കോളിലൊക്കെ പോലെ ദൃശ്യം 3 വരുന്നു. അതായത് പല ഭാഷയിലെ നായകന്മാരെ വെച്ചുകൊണ്ട് തന്നെ അവർ ദൃശ്യം 3 ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത് മലയാള സിനിമയിലെ ദൃശ്യം എന്ന് പറയുന്നത് അത് ഇന്ത്യൻ സിനിമയിലെ ലോക സിനിമയുടെ തന്നെ ദൃശ്യമായി മാറുന്ന ഒരവസ്ഥയാണ് 2 ദിവസമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം സ്വന്തമായിട്ട് പോസ്റ്റർ, അജയ് ദേവ്ഗണിൻ്റെ സ്വന്തം പോസ്റ്റർ ഒക്കെ അടിച്ചുകൊണ്ട് ദൃശ്യം 3 ഷൂട്ടിങ് ഓഗസ്റ്റിൽ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇത് തന്നെ നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു കാര്യമല്ലേ? ഇനിയും മലയാളത്തിൻ്റെ ദൃശ്യം 3യുടെ റീമേക്ക് ആണോ അതോ ഹിന്ദിയിലെ ദൃശ്യം 3 സ്വന്തമായിട്ട് അവരുണ്ടാക്കുകയാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നാൽ ഇങ്ങനെയുള്ള വാർത്തകൾ നോർത്ത് ഇന്ത്യൻ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുകയാണ്. ഇതിനിടയിൽ ഇതിൻ്റെ റീമേക്ക് ആർക്കും കൊടുക്കല്ലേ ലാലേട്ട, പാൻ ഇന്ത്യൻ ആയിട്ട് ഇത് റിലീസ് ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന ആരാധകരുടെ എണ്ണം കുറവല്ല. കാരണം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ദൃശ്യം മലയാളത്തിൽ ഇറങ്ങി, അത് വൻ ഹിറ്റായി, അതിൻ്റെ റീമേക്ക് പല ഭാഷയിലും പലരും മേടിച്ചു, അവിടെല്ലാം ഹിറ്റായപ്പോഴും പലരും വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഹിന്ദിയാണ് ആദ്യമായിട്ട് ഇറങ്ങിയ ദൃശ്യം എന്നാണ്, അതിൽ നിന്ന് ഉണ്ടായതാണ് മലയാളത്തിൻ്റെ ദൃശ്യം എന്നൊക്കെ വിശ്വസിക്കുന്നവർ ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ റീമേക്ക് കൊടുക്കരുത്, നമ്മുടെ ദൃശ്യം നമുക്ക് തന്നെ വേണം എന്ന് ആവശ്യപ്പെടുന്നവരും ചില്ലറയൊന്നുമല്ല. ഏതായാലും അജയ് ദേവ്ഗണിൻ്റെ ദൃശ്യം ആണോ മോഹൻലാലിൻ്റെ ദൃശ്യമാണോ ആദ്യമേ ഇറങ്ങുന്നതെന്ന് കാത്തിരുന്ന് കണ്ട കാര്യമാണ്.
എനിക്ക് തോന്നുന്നു മലയാളത്തിലെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അജയ് ദേവഗണും നാഗാർജുനെയാണെന്ന് തോന്നുന്നു തെലുങ്കിൽ അവതരിപ്പിച്ചത്. അവരൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നത്. കാരണം അവരുടെ തുടർച്ചയായിട്ടുള്ള പടങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൃശ്യം അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പാകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നത് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അതിനിടയിലാണ് ഇവിടെ ദൃശ്യം 3 ലാലേട്ടൻ അനൗൺസ് ചെയ്യുന്നത്. അതിൻ്റെ ചൂട് പിടിച്ച് എല്ലാ ഭാഷയിലും, മിക്കവാറും ഭാഷയിലെല്ലാം അവിടുത്തെ നായകന്മാരെ വെച്ച് ദൃശ്യം 3 ഇതാ വരുന്നു, നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ ദൃശ്യം 3 ഇതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പല ഭാഷയിലും വന്നു. ഞാൻ ഈ പോസ്റ്റർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, നാഗാർജുന ഈ അജയ് ദേവഗണിൻ്റെ പോസ്റ്റർ വെച്ച് തന്നെ ഹിന്ദിയിൽ ഇതിൻ്റെ പബ്ലിസിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഏത് ദൃശ്യമാണ് ആദ്യം വരുന്നത് എന്നറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതായത് ഇതിൻ്റെ റീമേക്ക് അവകാശങ്ങളൊന്നും ആർക്കും വിട്ടിട്ടില്ല. അതുപോലെ വിദേശ ഭാഷകളിലെല്ലാം തന്നെ ദൃശ്യത്തിൻ്റെ റീമേക്കുകൾ വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ദൃശ്യം എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സ്വത്താണ്, അത് ആർക്കും വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ആരാധകരെയും ഒരു വശത്ത് കാണാൻ പറ്റും. ഏതായാലും ദൃശ്യം മലയാള സിനിമയിലെ മറ്റൊരു സംഭവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ദൃശ്യം 3 ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ജിത്തു ജോസഫ് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൃശ്യം 3 അജയ് ദേവൻ്റെ ദൃശ്യം അവർ സ്വന്തമായിട്ട് കഥയും തിരക്കഥയൊക്കെ എഴുതിയ ദൃശ്യം 3 ഉണ്ടാക്കിയാലും ജോസഫിൻ്റെ അടുത്ത് ഏതായാലും ആ ദൃശ്യം എത്തത്തില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം പുള്ളിയുടെ ഒരു ക്രാഫ്റ്റ്, പുള്ളിയുടെ ഒരു മേക്കിംഗ് ഒക്കെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു ദൃശ്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, കൊല്ലങ്ങൾ കഴിഞ്ഞാലും നമ്മളൊരു ത്രില്ലർ സിനിമ എന്ന് ഓർക്കുമ്പോൾ ദൃശ്യം നേരത്തെ നമ്മൾ അവകാശപ്പെട്ടതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. ദൃശ്യമേൽ കൊലപാതകങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടു. അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇങ്ങനെയും കൊലപാതകം നടക്കാം, ഇങ്ങനെ ഒളിയിപ്പിച്ച് വെക്കാം എന്ന് പല രീതിയിലും ചിന്തിക്കുന്നു. കൊലപാതകം നടന്നു അതിനുശേഷമാണ് നമ്മൾ അടുക്കളയൊക്കെ കുഴിച്ചു നോക്കാൻ പോകുന്നത്. അതുപോലെ ടാങ്കുകൾ തുറക്കാനും അവിടുന്ന് ബോഡിയൊക്കെ കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു. അപ്പം അതിലേക്ക് വെളിച്ചം കിട്ടിയ ഒരു ചിത്രമായിരുന്നു ദൃശ്യം. അപ്പോൾ ദൃശ്യം ലോകമെമ്പാടും ഇതിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷം ഒരു തരംഗമായിട്ട് ആഞ്ഞടിക്കുകയാണ്. നമ്മുടെ ദൃശ്യം, നമ്മുടെ സ്വത്ത്. ഇനിയും എമ്പുരാന് ശേഷം ദൃശ്യത്തിന് വേണ്ടിയായിരിക്കും മലയാളികൾ ആകപ്പാടെ ഒരു കാത്തിരിപ്പല്ലേ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ദൃശ്യമല്ലേ നമ്പർ 1. അതും പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടനും കൂടെ അവതരിപ്പിച്ചു ജോർജ് കുട്ടി. ആ ജോർജ് കുട്ടിയൊന്നും നമ്മൾ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് മലയാളി പ്രേക്ഷകർ പറയുന്നത്. അപ്പം ദൃശ്യം എന്ന് തുടങ്ങും എന്ന് അതിൻ്റെ നിർമ്മാതാക്കളോ അതിൻ്റെ സംവിധായകനോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. ഒരുപക്ഷെ ഈ കൊല്ലം തന്നെ ദൃശ്യം 3 ഷൂട്ടിങ് ആരംഭിക്കും എന്നാണ് അറിയാൻ പറ്റുന്നത്. ഹിന്ദി തന്നെ അവരാവശ്യപ്പെടുന്നു ദൃശ്യം 3 ഓഗസ്റ്റ് 3 അതേ ദേവഗണിനെ വെച്ചുകൊണ്ട് ദൃശ്യം 3 ഉണ്ടാക്കാൻ അവരും ഒരുങ്ങിയിരിക്കുകയാണ്. ദൃശ്യം 3 വരട്ടെ, ഒരു കോളിലൊക്കെ വാഴട്ടെ. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. ഓക്കെ.